ഗുഡ് ഈവനിങ്. തുടങ്ങട്ടെ. കേൾക്കുന്നില്ലേ? കേൾക്കാം. അപ്പോൾ ഇന്ന് 103-യുടെ 16 PF ആദ്യം നോക്കാം. അപ്പോൾ തിയറി ടെസ്റ്റ് പറഞ്ഞു പോയിട്ട് പിന്നെ നമുക്ക് പ്രാക്ടിക്കലിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് പ്രൊസീജിയർ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ആദ്യം തിയറി പറയുന്നുണ്ട്. പേഴ്സണാലിറ്റി. അപ്പോൾ പേഴ്സണാലിറ്റീനെ നമുക്കറിയാവുന്നതൊക്കെ നമുക്കതിൽ എഴുതാം കേട്ടോ. ഇനി ഇന്നതേ എഴുതാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. പേഴ്സണാലിറ്റിയുടെ തിയറീസും കാര്യങ്ങളും ഡെഫിനിഷനൊക്കെ നമ്മൾ ഒരുപാട് 103-ലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എഴുതാം. Personality is the unique and relatively stable pattern of thoughts, feelings, behavior and motive that characterize an individual. Personality എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഡിവിജ്വൽസിനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന, ഒരു വ്യക്തിയെ ക്യാരക്ടറൈസ് ചെയ്യുന്ന ആളുടെ പാറ്റേൺ ഓഫ് തോട്ട്സ്, ഫീലിങ്സ്, ബിഹേവിയർ, മോട്ടീവ്, ഇതൊക്കെയാണ് എന്ത്? പേഴ്സണാലിറ്റി. അത് യുണീക്കാണ്. ഇറ്റ് influences how a person perceives the world, relates to others and responds to different life situations. ഇതിന്റെ ഉൾക്കൊള്ളിട്ടുണ്ട് ഇതിലെ. അതായത് ഹൗ എ പേഴ്സൺ പെർസീവ്സ് ദ വേൾഡ്, എങ്ങനെയാണ് വേൾഡ് പെർസീവ് ചെയ്യുന്നത്, മറ്റുള്ളവരുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്ത് പെർസീവ് ചെയ്യുന്നത്, ആൻഡ് എങ്ങനെയാണ് ഡിഫറെൻറ്റ് സിറ്റുവേഷനോട് റെസ്പോണ്ട് ചെയ്യുന്നത്. പഠിച്ചിട്ടുണ്ട്. 10 ആൾക്കാരെ ഒരു സിറ്റുവേഷനിൽ കൊണ്ടുവച്ചാൽ 10 ആൾ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും, 10 തരത്തിലായിരിക്കും എന്ത് ചെയ്യുക? ബിഹേവ് ചെയ്യുക. അതൊരു പേഴ്സണാലിറ്റിയാണ്, ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിയാണ്. ഇപ്പോൾ ഭയങ്കര പങ്ക്ച്വാലിറ്റി ഉള്ള ഒരാൾക്ക് എന്തായിരിക്കും? അയാളുടെ സ്വഭാവ രീതിയാണ്, അയാളുടെ പെരുമാറ്റ രീതി, അയാളുടെ പെരുമാറ്റമാണത്. ആള് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും, അയാളുടെ പെരുമാറ്റമായിരിക്കും. അതിനെയാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. According to Gordon Allport, personality is the dynamic organization within the individual of those psychophysical systems that determine his or her unique adjustment to the environment. Gordon Allport പറഞ്ഞ പേഴ്സണാലിറ്റിയുടെ ഡെഫിനിഷനാണ്. നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ എഴുതാം. ഗോർഡൻ ആൽപോർട്ട് എന്താ പറഞ്ഞത്? പേഴ്സണാലിറ്റി ഈസ് ദ ഡൈനാമിക് ഓർഗനൈസേഷൻ വിത്തിൻ ദ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഉള്ളിലെ ഡൈനാമിക് ഓർഗനൈസേഷനാണ്. പല തരത്തിലുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് വെച്ചിട്ടാണ്. ഓഫ് ദോസ് സൈക്കോഫിസിക്കൽ സിസ്റ്റംസ് ദാറ്റ് ഡിറ്റർമിൻ ഹിസ് ഓർ ഹെർ യൂണീക്ക് അഡ്ജസ്റ്റ്മെന്റ് ടു ദ എൻവയറമെന്റ്. എൻവയറമെന്റിനോട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു, അത്തരം ക്യാരക്ടറിസ്റ്റിക്കുകളൊക്കെ കൂട്ടി വെച്ചിട്ട് ഉൾപ്പെടുത്തിയുള്ളതാണ് എന്ത്? പേഴ്സണാലിറ്റി. ഒരു ഡൈനാമിക് ഓർഗനൈസേഷൻ ആണ് പേഴ്സണാലിറ്റി എന്ന് ഗോർഡൻ ആൽപോർട്ട് പറഞ്ഞു. അതാണ് പറഞ്ഞത്, ഒരാളെ 10 ആൾക്കാരെ ഒരു സിറ്റുവേഷനിൽ കൊണ്ടുവച്ചാൽ എന്തായിരിക്കും? 10 പേരും 10 തരത്തിലായിരിക്കും ആ ഒരു സിറ്റുവേഷനോട് അഡാപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ സംഭവങ്ങളൊക്കെ ക്യാരക്ടറിസ്റ്റിക്സുകളൊക്കെ കൂട്ടി വെച്ചിട്ടാണ് പേഴ്സണാലിറ്റീനെ ഗോർഡൻ ആൽപോർട്ട് ഡിഫൈൻ ചെയ്തത്. ദസ് പേഴ്സണാലിറ്റി ഈസ് ബോത്ത് ബയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ, ഷേപ്ഡ് ബൈ ഹെറിഡിറ്റി, എൻവയറമെന്റ് ആൻഡ് ലൈഫ് എക്സ്പീരിയൻസ്. അപ്പോൾ എന്താണ്? എല്ലാതും ഉണ്ട്, ബയോളജിക്കലും ഉണ്ട്, സൈക്കോളജിക്കലും ഉണ്ട്. അതായത് ഷേപ്ഡ് ബൈ ഹെറിഡിറ്റി, എൻവയറമെന്റ് ആൻഡ് ലൈഫ് എക്സ്പീരിയൻസ്. ഇതൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ പേഴ്സണാലിറ്റീനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പേഴ്സണാലിറ്റി ഡെഫിനിഷൻ മാത്രമായിട്ട് എഴുതാം. നമ്മൾ എക്സാമിന് എഴുതുന്ന പോലെ പോയിന്റ് ആയിട്ട് എഴുതണ്ട, പാരഗ്രാഫ് ആയിട്ട് തന്നെ എഴുതാം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് പേഴ്സണാലിറ്റി തിയറീസ്. ഫസ്റ്റ് വൺ ആണ് ട്രേറ്റ് തിയറി. ട്രേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? നമ്മുടെ പെരുമാറ്റ രീതിയാണ്, സ്വഭാവ രീതി, പെരുമാറ്റ രീതി, അതിനൊക്കെയാണ് നമ്മൾ ട്രേറ്റ് എന്ന് പറയുക. സ്ഥിരമായിട്ടുള്ളൊരു നമ്മുടെ സ്വഭാവം, അതിനെയാണ് ട്രേറ്റ് എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവരിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാൻ പറ്റും. ഇപ്പം എൻ്റെ ട്രേറ്റ് എന്താണോ അത് വെച്ചിട്ട് എന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാനായിട്ട് പറ്റും. ഇപ്പം ട്രേറ്റ് തിയറി ബിലീവ് പേഴ്സണാലിറ്റി ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ഇൻ ടേംസ് ഓഫ് സ്റ്റേബിൾ ക്യാരക്ടറിസ്റ്റിക്സ്. കണ്ടോ? സ്റ്റേബിൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. സ്റ്റേബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡാണ് കേട്ടോ. സ്റ്റേബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത്? ട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളവിടെ എഴുതാനായിട്ട് മറക്കരുത്. ദാറ്റ് റിമെയിൻ കൺസിസ്റ്റന്റ് അക്രോസ് ടൈം ആൻഡ് സിറ്റുവേഷൻ. അതെന്താ? ഒരുപാട് കാലത്തേക്ക് അല്ലെങ്കിൽ അക്രോസ് ടൈം ആൻഡ് സിറ്റുവേഷൻസ്, ഏത് സിറ്റുവേഷനിൽ പോയാലും നമ്മുടെ പെരുമാറ്റ രീതി അത് തന്നെയായിരിക്കും. ട്രേറ്റ്സ് ആർ റിലേറ്റീവ്ലി പെർമനന്റ് ഡിസ്പോസിഷൻ സച്ച് ആസ് സോഷ്യബിലിറ്റി, ഹോണസ്റ്റി ഓർ അഗ്രസീവ്നെസ്. ഗോർഡൻ ആൽപോർട്ട് ക്ലാസിഫൈ ട്രേറ്റ്സ്. അപ്പോൾ അതായത് ട്രേറ്റ് എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റീവ്ലി പെർമനന്റ് ഡിസ്പോസിഷൻ ആണ്. പെർമനന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്രേറ്റ് എന്ന് പറയുന്നത്. സച്ച് ആസ് സോഷ്യബിലിറ്റി, ഹോണസ്റ്റി ഓർ അഗ്രസീവ്നെസ്. ഇതൊക്കെ ഓരോ ട്രേറ്റുകളാണ്. അപ്പോൾ ഭയങ്കര എല്ലാവരോടും നന്നായിട്ട് മിണ്ടുന്ന, മറ്റെല്ലാവരോടും കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പങ്ക്ച്വൽ ട്രേറ്റ് എന്ന് പറയാം. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ചിയർഫുൾ ട്രേറ്റ് ആണെന്ന് പറയാം. എല്ലാവരോടും നല്ല അടുത്തഴുകി നല്ല പെരുമാറ്റവും നല്ല സ്വഭാവമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സോഷ്യബിലിറ്റി ട്രേറ്റ് ആണെന്ന് പറയാം. ഭയങ്കര സത്യസന്ധമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ ഹോണസ്റ്റി ട്രേറ്റ് എന്ന് പറയാം. എപ്പോഴും ദേഷ്യമായിട്ടാണെങ്കിൽ അഗ്രസീവ്നെസ് ട്രേറ്റ് എന്ന് പറയാം.
ഇതൊക്കെ ഒരേ ട്രേറ്റുകളാണ്. പെരുമാറ്റ രീതിയാണ്. സ്റ്റേബിൾ ക്യാരക്ടറിസ്റ്റിക്സ് റിമെയിൻ കൺസിസ്റ്റന്റ് അക്രോസ് ടൈം ആൻഡ് സിറ്റുവേഷൻ. പെർമനന്റ് ഡിസ്പോസിഷൻസ് എന്നിട്ട് കുറച്ച് എക്സാമ്പിൾ എഴുതാം. ഇത്രയൊക്കെ അല്ലേ ട്രേറ്റ്? ഗോർഡൻ ആൽപോർട്ട് ട്രേറ്റിനെ ക്ലാസിഫൈ ചെയ്തത് നോക്കാം. കാർഡിനൽ ട്രേറ്റ്സ്, സെൻട്രൽ ട്രേറ്റ്സ്, സെക്കൻഡറി ട്രേറ്റ്സ്. കാർഡിനൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത് ഡോമിനന്റ് ട്രേറ്റ്സ് ഷേപ്പിംഗ് എ പേഴ്സൺസ് ഐഡന്റിറ്റി. ഫോർ എക്സാമ്പിൾ മദർ തെരേസാസ് ആൾട്രൂയിസം. എന്താണ് കാർഡിനൽ ട്രേറ്റ് എന്ന് പറയുമ്പോൾ? എന്താ ഒരാളുടെ ശരിക്കുള്ളൊരു ഒരു വ്യക്തിയെ മുഴുവനായിട്ട് നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു മുഖ്യ സ്വഭാവത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കാർഡിനൽ ട്രേറ്റ് എന്ന് പറയുന്നത്. മദർ തെരേസ ഒരു എക്സാമ്പിളാണ്. പിന്നെ അതുപോലെ തന്നെ ഗാന്ധിജിയുടെ അഹിംസ അതൊരു എക്സാമ്പിളാണ്. നമുക്കൊക്കെ അതെന്ത് ചെയ്യും? ഒരു ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഒരു ട്രേറ്റ് ആണ്. അതിനെയാണ് കാർഡിനൽ ട്രേറ്റ് എന്ന് ഗോർഡൻ ആൽപോർട്ട് പറഞ്ഞത്. ഇനി അടുത്തത് സെൻട്രൽ ട്രേറ്റ്. ഒരു വ്യക്തിയുടെ മെയിൻ ആയിട്ടുള്ള സ്വഭാവ രീതിയാണ് സെൻട്രൽ ട്രേറ്റ് എന്ന് പറയുന്നത്. സെൻട്രൽ ട്രേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഫൗണ്ട് ഇൻ മോസ്റ്റ് പീപ്പിൾ. കൂടുതൽ ആൾക്കാരിലും കാണപ്പെടുന്ന ബേസിക് ട്രേറ്റിനെയാണ് സെൻട്രൽ ട്രേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഈ പറഞ്ഞ പോലെ ഹോണസ്റ്റി, കൈൻഡ്നെസ്, പങ്ക്ച്വാലിറ്റി, അഗ്രസീവ്നെസ്, സോഷ്യബിലിറ്റി ഇതൊക്കെ നമുക്ക് സെൻട്രൽ ട്രേറ്റ് ആണെന്ന് പറയാം. കാരണം ഒരാളെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ആളിൽ കാണുന്ന മെയിൻ ട്രേറ്റിനെയാണ് സെൻട്രൽ ട്രേറ്റ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റ് സെക്കൻഡറി ട്രേറ്റ്. സിറ്റുവേഷണൽ ഓർ ലെസ് കൺസിസ്റ്റന്റ് ട്രേറ്റ്. ഫോർ എക്സാമ്പിൾ പ്രിഫറൻസസ്, ഹാബിറ്റ്സ്. അതായത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതാണെന്ത്? സെക്കൻഡറി ട്രേറ്റ്. അതുകൊണ്ടാണ് പ്രിഫറൻസസ്, ഹാബിറ്റ്സ് എന്നൊക്കെ പറയുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ഭക്ഷണ രുചി അല്ലെങ്കിൽ ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുക, ഇതൊക്കെ എന്താണ്? സെക്കൻഡറി ട്രേറ്റുകളാണ്. ചിലവർക്ക് ഉണ്ടായിരിക്കും പഴയ പാട്ടുകൾ മാത്രമായിട്ട് ഇഷ്ടമുള്ള ആൾക്കാർ. അതൊക്കെ സിറ്റുവേഷൻസ് അനുസരിച്ച് മാറുന്നതാണ്. അതാണ് സെക്കൻഡറി ട്രേറ്റ്സ്. അപ്പോൾ ഗോർഡൻ ആൽപോർട്ട് 3 ട്രേറ്റ്സുകളാണ് ക്ലാസിഫൈ ചെയ്തത്. കാർഡിനൽ ട്രേറ്റ്, സെൻട്രൽ ട്രേറ്റ്, സെക്കൻഡറി ട്രേറ്റ്. ട്രേറ്റ് തിയറി laid the foundation for later personality assessments including factor analysis based approaches. എന്താണ് ട്രേറ്റ് തിയറി? ഒരു ഫൗണ്ടേഷൻ ആണ്. പേഴ്സണാലിറ്റി അസസ്മെന്റിന് ഒരു ഫൗണ്ടേഷൻ കൊടുത്തത് ഈ ട്രേറ്റ് തിയറിയിൽ നിന്നാണ്. അതിനുശേഷമാണ് പേഴ്സണാലിറ്റി അസസ് ചെയ്യാനെന്നുള്ള കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. ഇൻക്ലൂഡിങ് ഫാക്ടർ അനാലിസിസ് ബേസ്ഡ് അപ്രോച്ചസ്. ഫാക്ടർ അനാലിസിസ് ബേസ് ചെയ്തിട്ടുള്ള അപ്രോച്ചസും വന്നത് ഈ ഒരു ട്രേറ്റ് തിയറിന് ശേഷമാണ്. അത് ഓർ ക്ലോസ് ചെയ്തത്. ഒരു മിനിറ്റ് കേട്ടോ, മൂടിയില്ല. അപ്പൊ ഗോർഡൻ ആൽപോർട്ടിന്റെ ട്രേറ്റ് തിയറി ഓക്കെ ആണോ? ഗോർഡൻ ആൽപോർട്ടിന്റെ ട്രേറ്റ് തിയറി ഇത്ര എഴുതിയാൽ മതി. കാർഡിനല്, സെൻട്രല്, സെക്കൻഡറി അത്ര എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? അടുത്തത് കാറ്റിൽസ് ട്രേറ്റ് തിയറി. Raymond Cattell used factor analysis to reduce Alport's large list of traits into a smaller set of fundamental factors. അപ്പോൾ നമ്മൾ ഗോർഡൻ ആൽപോർട്ടിന്റെ പറഞ്ഞതിന് ശേഷം പിന്നെ എന്ത് എഴുതണം? കാറ്റിൽസിന്റെ എഴുതണം. കാറ്റിൽ എന്താണ് ചെയ്തത്? ഗോർഡൻ ആൽപോർട്ടിന്റെ വലിയൊരു ലിസ്റ്റായിരുന്നു പേഴ്സണാലിറ്റിയുടെ ട്രേറ്റുകൾ. അത് ചുരുക്കിയിട്ട് ഫാക്ടർ അനാലിസിസിലൂടെ അത് ചുരുക്കി കൊണ്ടുവന്നു. ഈ ഐഡന്റിഫൈഡ് 16 സോഴ്സ് ട്രേറ്റ്. എന്ത് ചെയ്തു? 16 സോഴ്സ് ട്രേറ്റുകൾ കൊണ്ടുവന്നു. 16 സോഴ്സ് ട്രേറ്റുകളാണ് കൊണ്ടുവന്നത്. ഇപ്പൊ ഗോർഡൻ ആൽപോർട്ടിന്റെ വലിയൊരു ലിസ്റ്റ് ചുരുക്കിയിട്ട് എന്ത് ചെയ്തു? 16 സോഴ്സ് ട്രേറ്റുകളാക്കിയിട്ട് കാറ്റിൽ കൊണ്ടുവന്നു. ദാറ്റ് ഫ്രം ദ ബേസിക് സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി സച്ച് ആസ് വാംത്ത്, റീസണിങ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഡോമിനൻസ്, ലീവ്ലിനെസ്, സെൽഫ് റിലയൻസ്, ടെൻഷൻ. These can be measured objectively, leading to the development of the 16 personality factor questionnaire. അപ്പോൾ എന്ത് ചെയ്തു? ഈ ആൽപോർട്ടിന്റെ വലിയൊരു ലിസ്റ്റ് ചുരുക്കിയിട്ട് 16 സോഴ്സ് ട്രേറ്റ് ആക്കിയിട്ട് കൊണ്ടുവന്നു. അതായത് നമ്മുടെ 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്. അപ്പോൾ അത് എഴുതുക. എന്നിട്ട് അതിനുശേഷം എന്ത് വേണം? ദിസ് ട്രേറ്റ് ക്യാൻ ബി മെഷേർഡ് ഒബ്ജക്റ്റീവ്ലി ലീഡിങ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ദ 16 പേഴ്സണാലിറ്റി ഫാക്ടർ ക്വസ്റ്റ്യനെയർ. അപ്പോൾ അതിനുശേഷമാണ് ഈ ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടായത്. ഈ ഫാക്ടേഴ്സ് ഒക്കെ കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനെയർ ഡെവലപ്പ് ചെയ്തു വന്നു. കാറ്റിൽ ഓൾസോ ഡിസ്റ്റിംഗ്വിഷ്ഡ് ബിറ്റ്വീൻ സർഫസ് ട്രേറ്റ്സ്, അതായത് ഒബ്സർവബിൾ ബിഹേവിയേഴ്സ്, ആൻഡ് സോഴ്സ് ട്രേറ്റ്സ് അണ്ടർലൈയിങ് പേഴ്സണാലിറ്റി ഡയമെൻഷൻസ്. 2 ട്രേറ്റുകളാണ്, അതായത് സർഫസ് ട്രേറ്റും സോഴ്സ് ട്രേറ്റും. സർഫസ് ട്രേറ്റ് എന്ന് പറയുന്നത് എന്താണ്? പുറമേ കാണുന്നത് ഒബ്സർവബിൾ ബിഹേവിയർ മാത്രമാണ്. പുറമേ കാണിക്കുന്ന മാത്രം ബിഹേവിയേഴ്സ് ആണ് അല്ലെങ്കിൽ ട്രേറ്റുകളാണ്
സർഫസ് ട്രേറ്റ്. സോഴ്സ് ട്രേറ്റ് എന്ന് പറയുന്നത് അണ്ടർലൈങ് പേഴ്സണാലിറ്റി ഡയമെൻഷൻ. കറക്റ്റ് ഒരു പേഴ്സണാലിറ്റി എന്താണെന്ന് പറയാൻ പറ്റുന്ന ട്രേറ്റ് ആണ് സോഴ്സ് ട്രേറ്റ്. ഇത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പോൾ രണ്ട് തിയറിയാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഗോർഡൻ ആൽപോർട്ട്, കാറ്റിലിൻ്റെ ഒന്നുമില്ല. ഗോർഡൻ ആൽപോർട്ട് വലിയൊരു ലിസ്റ്റാണ് ട്രേറ്റുകളെ പറ്റി കൊണ്ടുവന്നത്. അത് ചുരുക്കി ഫാക്ടർ അനാലിസിസിലൂടെ അത് ചുരുക്കി 16 സോഴ്സ് ട്രേറ്റ് ആക്കി. ആ 16 ഫാക്ടേഴ്സ് എഴുതുക. അങ്ങനെ ആ ഒരു ഫാക്ടേഴ്സ് വന്നതിന് ശേഷമാണ് 16 പേഴ്സണാലിറ്റി ഫാക്ടർ ക്വസ്റ്റിനെയർ ഡെവലപ്പ് ചെയ്തത്. കാറ്റിൽ ഓൾസോ ഡിസ്റ്റിംഗ്വിഷ്ഡ് ബിറ്റ്വീൻ ഏതൊക്കെ? സർഫസ് ട്രേറ്റും സോഴ്സ് ട്രേറ്റും. സർഫസ് ട്രേറ്റ് എന്ന് പറയുന്നത് ഒബ്സർവബിൾ ബിഹേവിയർ ആണ്. സോഴ്സ് ട്രേറ്റ് എന്ന് പറയുന്നത് അണ്ടർലൈൻ പേഴ്സണാലിറ്റി ഡയമെൻഷൻസ് ആണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു തിയറിയും കൂടെ നിങ്ങൾക്ക് അറിയാവുന്നത് എഴുതാം. ഏതൊക്കെ എഴുതാം? മറ്റേ ബിഗ് 5 തിയറി എഴുതാം. ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു തിയറിയാണ് ഇത് ബിഗ് 5 തിയറി. അപ്പോൾ പഠിച്ചവർക്ക് വേണമെങ്കിൽ അതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ കൂടെ എഴുതാം. കാരണം നമ്മൾ തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി തിയറീസ് ആണ് എഴുതുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഒരു തിയറിയും കൂടെ അറിയാവുന്നുണ്ടെങ്കിൽ എഴുതാം. ബിഗ് 5 തിയറി എന്ന് പറയുന്നത് ഏതാണ്? 5 ഫാക്ടേഴ്സ് ആയിട്ട് ഓഷ്യൻ എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുള്ളതില്ലേ, അങ്ങനത്തെ തിയറിയും കൂടെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും. ഇനി അടുത്തത് 16 പേഴ്സണാലിറ്റി ഫാക്ടർ ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി അസസ്മെന്റ്സ്. Personality assessment is the systematic measurement of personality trait, motives and behavior patterns. Personality assessment എന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റമാറ്റിക് മെഷർമെന്റ് ആണ്. നമ്മുടെ ട്രേറ്റിനെ, മോട്ടീവ്സിനെ, ബിഹേവിയർ പാറ്റേൺസിനൊക്കെ നമുക്കതിൽ മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ക്ലിനിക്കൽ, എഡ്യൂക്കേഷണൽ ആൻഡ് ഒക്യുപ്പേഷണൽ സെറ്റിംഗ്. മേജർ ടൈപ്സ് ഇൻക്ലൂഡ്. ഏതൊക്കെ സെറ്റിംഗിലാണ് യൂസ് ചെയ്യുന്നത്? ക്ലിനിക്കൽ യൂസ് ഉണ്ട്, എഡ്യൂക്കേഷണൽസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഒക്യുപ്പേഷണൽ സെറ്റിംഗ്. ഈ സെറ്റിംഗ്സിലൊക്കെ നമുക്ക് പേഴ്സണാലിറ്റിയുടെ അസസ്മെന്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിലെ ടൈപ്സുകൾ, മേജർ ടൈപ്സ് പറയുന്നത് ഫസ്റ്റ് വൺ ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, ക്വസ്റ്റിനെയേഴ്സ്. സ്റ്റാൻഡേർഡൈസ്ഡ് ക്വസ്റ്റിനെയേഴ്സ് ആണ് എന്ത്? ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളായിട്ട് പറയുന്നത്. വിത്ത് ഫിക്സ്ഡ് റെസ്പോൺസസ്. ഫോർ എക്സാമ്പിൾ 16 PF, MMPI, NEO-PIR, ബിഗ് 5. ഇതൊക്കെ എന്താണ്? ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളാണ്. അപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ മാത്രം എഴുതിയാൽ മതി. സ്റ്റാൻഡേർഡൈസ്ഡ് ക്വസ്റ്റിനെയേഴ്സിനെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അതായത് ഒബ്ജക്റ്റീവ് ടെസ്റ്റ്. ഫോർ എക്സാമ്പിൾ ഏതൊക്കെയാണ്? 16 പേഴ്സണാലിറ്റി ഫാക്ടർ. മിന്നസോട്ടയിലെ അതാണ് MMPI. NEO-PIR എന്ന് പറയുന്നത് ബിഗ് 5 തിയറിയുടെ ബിഗ് 5 പേഴ്സണാലിറ്റി കണ്ടെത്താനുള്ള ക്വസ്റ്റിനെയർ ആണ് NEO-PIR. ഇനി അടുത്തത് പ്രൊജക്റ്റീവ് ടെസ്റ്റ്. ആംബിഗ്വസ് സ്റ്റിമുലൈ യൂസ്ഡ് ടു റിവീൽ അൺകോൺഷ്യസ് ആസ്പെക്ട് ഓഫ് പേഴ്സണാലിറ്റി. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആംബിഗ്വസ് സ്റ്റിമുലൈ കൊടുക്കാന്ന്. നമ്മളെ റോഷാക്ക് ടെസ്റ്റ് ഇല്ലേ? പിക്ചർ ഓർമ്മയുണ്ടോ റോഷാക്ക് ടെസ്റ്റിന്റെ? അതായത് ഒരു ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, അതാണ് റോഷാക്കിന്റെ. ഒരു പേപ്പറിൽ ഇങ്ക് ബ്ലോട്ട് വെച്ചിട്ട് അതിങ്ങനെ മടക്കിയിട്ട് അത് കാണിച്ചു കൊടുക്കുമ്പോൾ എന്താണ് തോന്നുന്നത് എന്നുള്ളത് പറയിക്കുക. അതാണ് പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ. ഒരു ആംബിഗ്വസ് സ്റ്റിമുലൈ വെക്കും, എന്നിട്ട് അൺകോൺഷ്യസിൽ വരുന്ന പേഴ്സണാലിറ്റിയുടെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരിക്കും, അയാളെ കൊണ്ട് പറയിപ്പിക്കും. അതാണ് പ്രൊജക്റ്റീവ് ടെസ്റ്റ്. ഫോർ എക്സാമ്പിൾ റോഷാക്ക് ടെസ്റ്റ്, തെമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. രണ്ടെണ്ണമാണ് എക്സാമ്പിൾ ഉള്ളത്. റോഷാക്ക് ടെസ്റ്റ്, തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, TAT. ഇനി അടുത്തത് ബിഹേവിയറൽ അസസ്മെന്റ്സ്. ഒബ്സർവേഷൻ ഓഫ് ബിഹേവിയർ ഇൻ കൺട്രോൾഡ് ഓർ നാച്ചുറൽ സെറ്റിംഗ്. ബിഹേവിയറൽ അസസ്മെന്റ് എന്താണ്? ബിഹേവിയറിനെ ഒബ്സർവ് ചെയ്യാം, ഒന്നെങ്കിൽ കൺട്രോൾഡ് സെറ്റിംഗ്സിലെ അല്ലെങ്കിൽ നാച്ചുറൽ സെറ്റിംഗ്സിലെ. കൺട്രോൾഡ് സെറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ലാബ് എക്സ്പെരിമെന്റ് സെറ്റിംഗ്സ്. നാച്ചുറൽ സെറ്റിംഗ് എന്ന് പറയുന്നത് ആളുടെ നാച്ചുറൽ എൻവയറമെന്റിൽ തന്നെ ആളെ ഒബ്സർവ് ചെയ്യും. രണ്ട് സെറ്റിംഗിൽ വെച്ചിട്ട് ബിഹേവിയറിനെ ഒബ്സർവ് ചെയ്യുന്നതാണ് ബിഹേവിയറൽ അസസ്മെന്റ്. നെക്സ്റ്റ്, സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററീസ്. ഡയറക്റ്റ് ക്വസ്റ്റിനെയേഴ്സ് വേർ ഇൻഡിവിജ്വൽസ് ഡിസ്ക്രൈബ് ദെയർ ഓൺ ട്രേറ്റ്സ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയേഴ്സ്. ഇതാണ് സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററീസ്. അതായത് എന്താ? ഡയറക്റ്റ് ക്വസ്റ്റിനെയേഴ്സ് ആണ്, ഇൻഡിവിജ്വൽ തന്നെ ആളുടെ ട്രേറ്റും ആറ്റിറ്റ്യൂഡ്സും ബിഹേവിയേഴ്സും ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യാം. അതാണ് സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററീസ്. അപ്പോൾ ടൈപ്സുകളിൽ 4 പറഞ്ഞു. ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, അതായത് സാധാ ക്വസ്റ്റിനെയേഴ്സ് ആണ്, സ്റ്റാൻഡേർഡൈസ്ഡ് ക്വസ്റ്റിനെയേഴ്സ്. 16 PF, MMPI, NEO-PIR. പ്രൊജക്റ്റീവിലെ ആംബിഗ്വസ് സ്റ്റിമുലൈ വെച്ചിട്ട് അൺകോൺഷ്യസ് ആസ്പെക്റ്റിനെ പുറത്തു കൊണ്ടുവരിക, പേഴ്സണാലിറ്റിയുടെ അൺകോൺഷ്യസ് ആസ്പെക്റ്റിനെ റിവീൽ ചെയ്യിപ്പിക്കുക. ഫോർ എക്സാമ്പിൾ റോഷാക്ക് ടെസ്റ്റ്, തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ഇനി ബിഹേവിയറൽ അസസ്മെന്റ് എന്താണ്? നാച്ചുറൽ സെറ്റിങ്ങിലോ അല്ലെങ്കിൽ കൺട്രോൾഡ് സെറ്റിങ്ങിലോ വെച്ചിട്ട് ഒരാളുടെ ബിഹേവിയറിനെ ഒബ്സർവ് ചെയ്യുക. ഇനി സെൽഫ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഡയറക്റ്റ് ക്വസ്റ്റിനെയേഴ്സ് ആണ്, ഇൻഡിവിജ്വൽ തന്നെ ഓൺ ട്രേറ്റ്സും ആറ്റിറ്റ്യൂഡ്സും ബിഹേവിയേഴ്സും ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യാം. ടൈപ്സ് ഓക്കെ അല്ലേ? ഇനി അടുത്തത് 16 പേഴ്സണാലിറ്റി ഫാക്ടർ ക്വസ്റ്റിനെയർ. നമ്മുടെ
ടോപ്പിക്കിലേക്ക് വന്നു. അപ്പോൾ ഇത്രയും എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് എഴുതാണ്? 16 പേഴ്സണാലിറ്റി ഫാക്ടർ നമ്മുടെ എക്സ്പെരിമെന്റ്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ റേമൻ കാറ്റൽ ആസ് എൻ ഒബ്ജക്റ്റീവ് ടൂൾ ടു മെഷർ ഹിസ് 16 സോഴ്സ് ട്രേറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? 16 സോഴ്സ് ട്രേറ്റുകൾ മെഷർ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൂള്. കണ്ടോ, നമ്മൾ അവിടെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് എഴുതിയ സംഭവം ഇവിടെ കൊണ്ടുവന്നു. ഡെവലപ്പ് ചെയ്തത് റേമൻ കാറ്റിലാണ്. റേമൻ കാറ്റിൽ. പഠിച്ചു, സ്പെല്ലിംഗ് ഒന്നും തെറ്റിക്കാതെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. റേമൻ കാറ്റിൽ. റേമൻ കാറ്റിൽ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സെൽഫ് റിപ്പോർട്ട് ക്വസ്റ്റ്യനെയർ വിത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ഐറ്റംസ്. എന്താണ്? സെൽഫ് റിപ്പോർട്ട് ക്വസ്റ്റ്യനെയർ ആണ്. തന്നെന്താ, സ്വന്തമായിട്ട് ആള് ക്വസ്റ്റ്യൻ വായിച്ചു വെക്കുന്നു, അവരുടെ ആൻസേഴ്സ് അതിൽ കൊടുക്കുന്നു. അപ്പോൾ സെൽഫ് റിപ്പോർട്ട് ക്വസ്റ്റ്യനെയറും കൂടിയാണ് വിത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ഐറ്റംസ്. ദ 16 ട്രേറ്റ്സ് ഇൻക്ലൂഡ് വാംത്ത്, റീസണിങ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഡോമിനൻസ്, ലീവ്ലിനെസ്, റൂൾ കോൺഷ്യസ്നെസ്, സോഷ്യൽ ഹോൾഡ്നെസ്, സെൻസിറ്റിവിറ്റി, വിജിലൻസ്, അബ്സ്ട്രാക്റ്റഡ്നെസ്, പ്രൈവറ്റ്നെസ്, അപ്രിഹെൻഷൻ, ഓപ്പൺനെസ് ടു ചേഞ്ച്, സെൽഫ് റിലയൻസ്, പെർഫെക്ഷനിസം ആൻഡ് ടെൻഷൻ. 16 അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഗ്രാഫ് കിട്ടുന്ന സ്ഥിതിക്ക് നമുക്ക് അതിൽ നോക്കിയിട്ട് എഴുതാം. ടെൻഷൻ അടിക്കണ്ടേ? 16 പഠിച്ചേ പറ്റുള്ളൂ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. നമുക്ക് ആ ഗ്രാഫ് കിട്ടുമ്പോൾ നമുക്ക് അതിൽ എഴുതാം. ഇനി അടുത്തത്, ദ 16 PF ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ക്ലിനിക്കൽ സൈക്കോളജി. വൈഡ്ലി യൂസ് ചെയ്യുന്നത് എവിടേക്കാണ്? ക്ലിനിക്കൽ സൈക്കോളജി, കരിയർ കൗൺസിലിംഗ് ആൻഡ് ഓർഗനൈസേഷണൽ സെറ്റിംഗ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ, പ്രിഡിക്റ്റിംഗ് ബിഹേവിയർ ആൻഡ് ഗൈഡിങ് പേഴ്സണൽ ഡെവലപ്മെന്റ്. ഇതിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ക്ലിനിക്കൽ സെറ്റിംഗിൽ യൂസ് ചെയ്യുന്നുണ്ട്, കരിയർ കൗൺസിലിംഗ്, ഓർഗനൈസേഷണൽ സെറ്റിംഗ്, ഇതിലൊക്കെ 16 PF യൂസ് ചെയ്യാം. എന്തിനു വേണ്ടി? ഫോർ അണ്ടർസ്റ്റാൻഡിങ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ, പേഴ്സണാലിറ്റിയുടെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ, ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യാൻ, പേഴ്സണൽ ഡെവലപ്മെന്റ് ഗൈഡ് ചെയ്യാൻ. അപ്പം ഇത്രയും നമ്മൾ 16 PFനെ കുറിച്ച് എഴുതിയാൽ മതി. അപ്പം എന്തൊക്കെ പറഞ്ഞു? ഡെവലപ്പ് ചെയ്തത് റേമൻ കാറ്റിലാണ്. ഒരു ഒബ്ജക്റ്റീവ് ടൂളാണ്. ടു മെഷർ 16 സോഴ്സ് ട്രേറ്റ്, 16 സോഴ്സ് ട്രേറ്റ് മെഷർ ചെയ്യാനായിട്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സെൽഫ് റിപ്പോർട്ട് ക്വസ്റ്റ്യനെയർ വിത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ഐറ്റം. പിന്നെ ഏതൊക്കെ എഴുതി? 16 ട്രേറ്റുകൾ എഴുതി. വൈഡ്ലി യൂസ്ഡ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? ക്ലിനിക്കൽ സൈക്കോളജി, കരിയർ കൗൺസിലിംഗ്, ഓർഗനൈസേഷണൽ സെറ്റിംഗ്. എന്തിനു വേണ്ടിയിട്ട്? അണ്ടർസ്റ്റാൻഡിങ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ, പ്രിഡിക്റ്റിംഗ് ബിഹേവിയർ, പേഴ്സണൽ ഡെവലപ്മെന്റ് ഗൈഡ് ചെയ്യൽ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അത്രയും നമുക്ക് എഴുതി കഴിഞ്ഞാൽ പിന്നെ സബ്ജക്റ്റിനെ കൊണ്ടുവരണം. സബ്ജക്റ്റിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യനെയർ കൊടുക്കുന്നു, ആളുടെ അടുത്തുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ എന്തൊക്കെ പറയണം? അപ്പോൾ നോക്കാം. അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ സബ്ജക്റ്റിനെ കൊണ്ടുവന്നു. അപ്പോൾ ആളുടെ അടുത്ത് നമ്മൾ സബ്ജക്റ്റിനെ വിളിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ അവിടെ റെഡിയാക്കി വെച്ചിരിക്കണം. ഇവിടെ എഴുതിയിട്ടുണ്ട്, മെറ്റീരിയൽ ഫോർ കണ്ടക്ടിങ് ദ ടെസ്റ്റ് ഷുഡ് ബി കെപ്റ്റ് റെഡി ബിഫോർ ദ പാർട്ടിസിപ്പൻറ്റ് എൻറ്റേഴ്സ് ദ റൂം. കണ്ടോ, റൂമിൽ വരുന്നതിന് മുൻപ് ഈ സാധനങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെക്കണം. വ്യക്തമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് മറക്കണ്ട, അത് അവിടെ സെറ്റ് ചെയ്ത് വെക്കുക. സബ്ജക്റ്റിനെ പോയിട്ട് വിളിക്കുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ റാപ്പോർട്ട് ബിൽഡ് ചെയ്യുക. എവിടെ നിന്ന് വരുന്നു, എന്താണ് പേര്, എന്താണ് ചെയ്യുന്നത്, എത്ര വരെ പഠിച്ചു. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ നമ്മുടെ ഇവിടെ മെത്തേഡിൽ നമ്മുടെ പാർട്ടിസിപ്പൻസിൻ്റെ ഡീറ്റെയിൽസ് എഴുതണം. പിന്നെ പറഞ്ഞ പോലെ തന്നെ പേരെഴുതരുത്, ഇനീഷ്യൽസ് മാത്രമായിട്ട് കൊടുക്കുക. ഏജ് എഴുതാം, ജെൻഡർ എഴുതാം, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അതിനുശേഷം നമ്മൾ എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ പേര് ഇനീഷ്യലായിട്ട് കൊടുക്കുക. ഇനി അടുത്തത്, അപ്പോൾ റാപ്പോർട്ട് ബിൽഡ് ചെയ്യുക. പിന്നെ അതിന് ശേഷം പാർട്ടിസിപ്പൻറ്റിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ദ പാർട്ടിസിപ്പൻറ്റ് ഷുഡ് ബി ഇൻഫോം ദ പർപ്പസ് ഓഫ് ടെസ്റ്റ് ആൻഡ് ഗീവ് ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ പാർട്ടിസിപ്പൻറ്റിനോട് പറഞ്ഞു കൊടുക്കുക ഈ ടെസ്റ്റിൻ്റെ പർപ്പസ് എന്താണ്, അത് ഇൻഫോം ചെയ്യണം. ആൻഡ് ഗീവ് ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ്, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറയണം? ഇത് 16 PF ക്വസ്റ്റ്യനെയർ ആണ്. പേഴ്സണാലിറ്റിയുടെ ഫാക്ടേഴ്സ് അറിയാനായിട്ട്, അതിൽ നിന്ന് പേഴ്സണാലിറ്റി അസസ് ചെയ്യാനുള്ളതാണ്. ഇത് ജസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടി മാത്രമാണ്. ഇതിൽ റൈറ്റ് ടു റോങ് ആൻസേഴ്സ് ഒന്നുമില്ല. എന്ത് ചെയ്യണം? നിങ്ങൾക്ക് തോന്നുന്ന ആദ്യമായിട്ട് എന്താണോ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ആയിട്ട് വരുന്നത് അത് ചെയ്യണം. അങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ കേട്ടോ, യു ആർ ഗിവൺ സം ക്വസ്റ്റ്യൻസ് ടു സീ വാട്ട് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് യു ഹാവ്. എന്തിനാണ്? നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ടു സീ വാട്ട് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് യു ഹാവ്, നിങ്ങൾക്കുള്ള താല്പര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടെത്താനായിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യനെയർ ഉള്ളത്. ദർ ആർ നോ റൈറ്റ് ആൻഡ് റോങ് ആൻസർ, ഇതിൽ തെറ്റും ശരിയായിട്ടുള്ള ആൻസേഴ്സ് ഒന്നുമില്ല. ആൻഡ് ടു ഗെറ്റ് ബെസ്റ്റ് അഡ്വൈസ് ഫ്രം യുവർ റിസൾട്ട്സ് യു ഹാവ്. എന്തിനാണ്? ടു ഗെറ്റ് ബെസ്റ്റ് അഡ്വൈസ് യുവർ റിസൾട്ട്സ് യു ഹാവ്, നിങ്ങൾക്കുള്ള നിങ്ങളുടെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് നല്ലൊരു അഡ്വൈസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും.
ടു ആൻസർ ദം എക്സാക്ട്ലി ആൻഡ് ട്രൂലി. എന്ത് ചെയ്യണം? എക്സാക്ട്ലി ട്രൂലി അതിനെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള നല്ലൊരു അഡ്വൈസ് ഇതിൽ നിന്ന് കിട്ടും. ഇതിൽ തെറ്റോ ശരിയായിട്ടുള്ള യാതൊരു ക്വസ്റ്റ്യൻസോ ആൻസേഴ്സോ ഇല്ല. ദർ ആർ 3 പോസിബിൾ ആൻസേഴ്സ് ടു ഈച്ച് ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യനും 3 പോസിബിൾ ആൻസേഴ്സ് ഉണ്ട്. ആൻഡ് യു ഹാവ് ടു ബ്ലാക്കൻ എനി ഓഫ് 3 റെസ്പോൺസസ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ബ്ലാക്കൻ ചെയ്യണം. ആ ഷീറ്റ് കാണിച്ചു കൊടുക്കാം. ഈ ഷീറ്റിലാണ് 3 ആൻസേഴ്സ് ആണ് ഓരോ ക്വസ്റ്റ്യനും ഉള്ളത്. ഏതാണോ നിങ്ങൾക്ക് തോന്നുന്നത് ആ ക്വസ്റ്റ്യൻ അവിടെ ആൻസർ അവിടെ ബ്ലാക്കൻ ചെയ്യാം. Okay. Which it is more applicable to you in your answer sheet. There is no time limit, but don't spend too much time thinking over each question. ടൈം ലിമിറ്റ് ഇല്ല, പ്രത്യേകം പറയണം. നമുക്ക് ടൈം കുറവായിരിക്കും. കാരണം ഈ 187 ക്വസ്റ്റ്യൻസ് ആൾ അറ്റൻഡ് ചെയ്ത് വരുമ്പോഴേക്കും 1 മണിക്കൂർ എന്തായാലും. അപ്പോൾ മാക്സിമം 1 മണിക്കൂറേ നമുക്ക് പാർട്ടിസിപ്പന്റിന് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം നമുക്ക് ബാക്കി എഴുതണില്ല. പക്ഷെ അത് പറയാനായിട്ട് പാടില്ല. എന്ത് ചെയ്യണം? ടൈം ലിമിറ്റ് ഇല്ല, പക്ഷെ പരമാവധി വേഗം ചെയ്യാനായിട്ട് നോക്കണം. അധികം ചിന്തിച്ചിരിക്കരുത്. ഗിവ് ദ ഫസ്റ്റ് നാച്ചുറൽ ആൻസർ ആസ് ഇറ്റ് കംസ് ടു യു. ആദ്യമായിട്ട് നാച്ചുറൽ ആൻസർ ആയിട്ട് എന്താണോ വരുന്നത് അത് ബ്ലാക്കൻ ചെയ്യാനായിട്ട് നോക്കുക. ദ പാർട്ടിസിപ്പന്റ് ഷുഡ് നോട്ട് omit any statement and should answer frankly and truly. ഒറ്റ സ്റ്റേറ്റ്മെന്റോ ക്വസ്റ്റ്യൻസോ പോലെ വിട്ട് കളയാനായിട്ട് പാടില്ല. എല്ലാതും ട്രൂലി ഫ്രാങ്ക്ലി ആൻസർ ചെയ്യാനായിട്ട് നോക്കണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവരോട് പറയണം. ഓക്കെ. അപ്പൊ അവർക്ക് ഈ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്ത് വേണം? നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിനെ പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പൊ എക്സാമിന് പോകുന്നവര് ഇന്ന് തന്നെ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ചു നോക്കുക, മനസ്സിലാക്കി വയ്ക്കുക. കാരണം അവർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ ബാധ്യസ്ഥരാണ്. നമ്മളത് പറഞ്ഞു കൊടുക്കുകയും വേണം. അപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കരുത്. ഏത് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിലും ജസ്റ്റ് അതിൻ്റെ മീനിങ് പറഞ്ഞു കൊടുക്കുക. ഒരു സെൻറ്റൻസ് ആക്കിയിട്ട് 1-2 സെൻറ്റൻസ് ആക്കിയിട്ട് പറഞ്ഞു കൊടുക്കുക. ഒരിക്കലും അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കാനായിട്ട് പാടില്ല. ഇതാണ് അഡ്മിനിസ്ട്രേഷൻ. ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ചെയ്യാനായിട്ട് കൊടുക്കുക. അത് ബ്ലാക്കൻ ചെയ്യുക. അതിനുശേഷം എന്ത് വേണം? ബ്ലാക്കൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ് വരയ്ക്കണം അല്ലേ? സംഭവം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ മറ്റേ സ്റ്റെൻ സ്കോറിന്റെ ഷീറ്റ് ഇല്ലേ? സ്റ്റെൻ സ്കോറിന്റെ ഷീറ്റ് നോക്കിയിട്ട് നമുക്ക് ഈ സ്കോറുകൾ എഴുതണം. ഇതാണ് നമ്മുടെ റോ സ്കോർ. ഇത് നമ്മുടെ റോ ബ്ലാക്ക് ടീച്ചറെ. ഹലോ. ആ ബ്ലാക്ക് ചെയ്ത കോളല്ലേ, അതിന്റെ മുകളിൽ നമ്മുടെ സ്റ്റെൻസിൽ വെച്ചിട്ട് അതിനൊരു സ്കോർ കിട്ടും. അത് നമുക്ക് ഇവിടെ എഴുതാം. ആ സ്കോറാണ് നമ്മൾ ആദ്യത്തെ കോളത്തിൽ എഴുതണത്. ആദ്യത്തെ കോളത്തിൽ ഫസ്റ്റ് കോളം. ശരി. പിന്നെ അതിന് വേറൊരു ടേബിൾ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ശരി അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ആദ്യത്തേല് നമ്മുടെ ടോട്ടൽ സ്കോർ എഴുതുക. അതായത് മറ്റേ സ്റ്റെൻസിൽ വെക്കും. സ്റ്റെൻസിൽ വെച്ചിട്ട് ബ്ലാക്കൻ ചെയ്തത് നോക്കിയിട്ട് അതൊക്കെ അറിയൂലോ. ഒരു പച്ച ഷീറ്റ് വെച്ചിട്ട് അത് ഉള്ളിൽ ബ്ലാക്കൻ ചെയ്തിട്ടുള്ളത് നോക്കിയിട്ട് ഓരോ ഭാഗങ്ങൾ അവിടെ മാർക്ക് എഴുതുക. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഈ റോ സ്കോർ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് അതിന് നേരത്തെ നമ്മുടെ സ്റ്റെൻ സ്കോർ കിട്ടിയത് എഴുതുക. അപ്പോൾ ഈ സ്റ്റെൻ സ്കോർ ആണ് നമ്മൾ ഗ്രാഫിൽ മാർക്ക് ചെയ്യുന്നത്. തെറ്റിക്കരുത്. സ്റ്റെൻ സ്കോർ ആണ് നമ്മൾ ഗ്രാഫിൽ മാർക്ക് ചെയ്യുക. കണ്ടിപ്പോൾ ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 3 ബ്ലാക്ക് ചെയ്തു. ഇനി അടുത്തതും 3. അപ്പൊ ഈ ഗ്രാഫിൽ മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റെൻ സ്കോർ ആണ്. ഓക്കെ അല്ലേ? ഈ സ്കോർ എന്താ സ്റ്റാൻഡേർഡ് സ്കോർ ഒക്കെ അവർ നമുക്ക് തരുമോ? അത് 2 ഷീറ്റ് വരും. ഒന്ന് സ്റ്റെൻ സ്കോറിനുള്ളതും തരും, വേറെ കൂടിയില്ല ടീച്ചറെ? ഇല്ല. സ്റ്റെൻസ് പച്ച ഷീറ്റ് 2 നമുക്ക് അന്ന് ഫോട്ടോ അയച്ചു തരില്ലേ? അന്ന് ഫോട്ടോ ഗ്രൂപ്പിൽ തരുക ചെയ്തത്. അപ്പൊ അത് നമുക്ക് തരുമോന്നാ ചോദിച്ചത്. അത് നമുക്ക് തരും. മറ്റേ ഗ്രാഫ് പോലത്തെ അല്ല, ആ ഒരു ഷീറ്റ് സ്റ്റെൻ സ്കോറിന്റെ ഷീറ്റ്. അതല്ല, നമ്മള് ബ്ലാക്ക് ചെയ്തിട്ട് നമ്മളൊരു സാധനം വെച്ചിട്ട് സ്റ്റെൻസിൽ തന്നില്ല, അത് തരും. മറ്റേ സ്റ്റെൻ സ്കോർ നമുക്കന്ന് ഗ്രൂപ്പിൽ ഇടുക ചെയ്തത്, അതന്ന് അവര് തരുമോ? ബ്ലാക്ക് ചെയ്യുന്ന ഷീറ്റിൽ സ്റ്റെൻ സ്കോർ വരുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമുക്ക് തരും. ഇല്ല. തരുമെന്നാ ഞാൻ ചോദിക്കുന്നത്. ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു ചെയ്തത് അവര്. നമുക്ക് തരും. കാരണം അതില്ലാണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ. അന്ന് ഗ്രൂപ്പിലെ തന്നത്. അപ്പൊ അതാ ചോദിക്കും, നമുക്ക് കയ്യിൽ തരുമോ? അത് അവര് തരും. അത് നമുക്ക് തരും എന്തായാലും. അപ്പൊ നമ്മളിത് ഈ ഒരു സംഭവം വരച്ചിട്ട് പിന്നെ അവരുടെ അടുത്ത് ചോദിച്ചാൽ മതി. അപ്പൊ ഇതിന്റെ ഇടയിൽ അവർ വൈവയ്ക്കൊക്കെ വിളിക്കും.
ഇടയിൽ ചെയ്യണതിൻ്റെ ഇടയിലാവും ചിലപ്പോൾ വൈവ വിളിക്കുക, എഴുതുന്നതിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ വിളിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എഴുതാനായിട്ട് പോകണം. ഇപ്പോൾ ടേബിൾ 1 പറയാം. ടേബിൾ 1 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് എടുത്ത് എഴുതാം. എല്ലാതും എഴുതുക, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിനെയറിലുള്ള കാരണം കൊണ്ട് പിന്നെ അതിനെ പറ്റിയിട്ടുള്ള ടെൻഷൻ വേണ്ട, അതിലുണ്ടായിരിക്കും. ദേ ഈ സംഭവത്തിൽ നമ്മളിപ്പോൾ കണ്ട ഇതിൽ കണ്ടില്ലേ, വാംത്തിൻ്റെ ആണ് വെച്ചെങ്കിൽ റിസർവ്ഡ് പിന്നെ ഔട്ട് ഗോയിങ് അങ്ങനെ എഴുതാം. അപ്പോൾ വാംത്ത് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കണം കേട്ടോ. ശരിക്കും ഇതിൽ ഫുള്ള് വരുന്നില്ല. ആ 16 ഫാക്ടേഴ്സ് ശരിക്കും നമ്മൾ പഠിക്കുകയായിരിക്കും നല്ലത്. 16 ഫാക്ടേഴ്സ് ഇല്ലേ, അത് പഠിക്കാം. ഡിസ്ക്രിപ്ഷൻ മാത്രമല്ലല്ലോ നമുക്ക് ആ ഷീറ്റിൽ നിന്ന് കിട്ടുക, മറ്റേത് നമ്മൾ പഠിക്കണം. മറ്റേത് നമ്മൾ പഠിക്കണം. വാംത്ത്, റീസണിങ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഡോമിനൻസ്, ലിവ്ലിനെസ്, റൂൾ കോൺഷ്യസ്നെസ്, സോഷ്യൽ ബോൾഡ്നെസ്, സെൻസിറ്റിവിറ്റി, കാര്യങ്ങളൊക്കെ നമ്മൾ 16 പഠിക്കാം. അതിന്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് ടേബിളിലേക്ക് എഴുതുമ്പോൾ മറ്റേത് നോക്കിയിട്ട് എഴുതാം. ഡിസ്ക്രിപ്ഷൻ റിസർവ്ഡ്, ഔട്ട് ഗോയിങ്, അതിന്റെ 2 എൻഡിൽ വരുന്ന സംഭവമല്ലേ, അത് നമുക്ക് ഇതിൽ നോക്കിയിട്ട് എഴുതാം. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേബിൾ 2 വരുന്നത് പാർട്ടിസിപ്പൻസിന്റെ നെയിം, പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്, റോ സ്കോർ, സ്റ്റെം സ്കോർ. ഓക്കെ, റിസൾട്ട് തൊട്ട് ഒന്നുകൂടി എയിം തൊട്ട്. എയിം, മെത്തേഡ്, മെറ്റീരിയൽസ് റിക്വയർഡ്. മെറ്റീരിയൽസ് വരുന്നത് ആദ്യം തന്നെ 16 PF ക്വസ്റ്റിനെയർ, റെസ്പോൺസ് ഷീറ്റ് ആൻഡ് പ്രൊഫൈൽ ഷീറ്റ്, സ്റ്റെൻസിൽസ്, മാനുവൽ, റൈറ്റിംഗ് മെറ്റീരിയൽസ്. ഇത്രയും നമ്മൾ അവിടെ മെറ്റീരിയൽസ് ആയിട്ട് എഴുതുക. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റ്. The 16 PF test booklet form A used for the present assessment is personality assessment is prepared by IPET. അവര് നമുക്ക് തരുമോ എക്സാമിനേഴ്സ് ബുക്ക്ലെറ്റ്? ആ ബുക്ക്ലെറ്റ് നമുക്ക് തരും. നമ്മളോട് കൊണ്ടുപോകാനായിട്ടൊന്നും പറയുന്നില്ല. അതെ അല്ലേ? ആ നമുക്ക് തരും. കാരണം നമുക്ക് അവിടെ ഏതാ കിട്ടുക എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പൊ അതിനനുസരിച്ച് അവര് പ്രൊവൈഡ് ചെയ്യും അവിടെ. Is prepared by IPET, Institute for Personality and Ability Testing in 1967. ഇതൊക്കെ നമ്മൾ എഴുതണം കേട്ടോ, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റ്. ഇപ്പൊ 16 PFന്റെ ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് ഫോം എവിടെയാണ്? പ്രസന്റ് അസസ്മെന്റ് ഈസ് പ്രിപ്പയർഡ് ബൈ IPET, Institute for Personality and Ability Testing in 1967. There are 187 questions distributed in 10 pages. 10 പേജുകളായിട്ട് 187 questions ഉണ്ട്, ഇൻക്ലൂഡിംഗ് ദ ഫേസിംഗ് ഷീറ്റ്. ഫേസിംഗ് ഷീറ്റ് എന്ന് പറയുന്നത് ഫ്രണ്ടിലത്തെ ഒരു ഷീറ്റ്. ദ ടെസ്റ്റ് മെഷേഴ്സ് 16 പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വൽസിന്റെ 16 പേഴ്സണാലിറ്റി ട്രേറ്റ് മെഷർ ചെയ്യുന്നു. ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ ദർ ആർ 3 പോസിബിൾ ആൻസേഴ്സ്, A, B and C, and the score sheet has 3 squares. Score sheet le 3 squares ഉണ്ട് for A, B and C. The squares are to be blackened fully according to the participant's choice, which she thinks more applicable for her. എന്ത് ചെയ്യണം? ആ ഒരു ഷീറ്റിൽ ബ്ലാക്ക് ചെയ്യണം. അപ്പം നമ്മൾ പാർട്ടിസിപ്പൻറ്റിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് പറഞ്ഞു കൊടുക്കണം ഫുള്ളായിട്ട് ബ്ലാക്ക് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ എന്നുള്ളത് പറയണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സ്റ്റെൻസിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ കാണുള്ളൂ. അപ്പോൾ അവരുടെ അടുത്ത് അത് അപ്പം പറയണം. ഓൺലി 1 സ്ക്വയർ ഷുഡ് ബി ബ്ലാക്കൻഡ് ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യനും ഒരു സ്ക്വയർ മാത്രമേ ബ്ലാക്കൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. ദ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഗിവൺ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് ക്യാൻ ബി ആൻസേർഡ് ഫസ്റ്റ്. അപ്പോൾ അതൊന്ന് ആദ്യം ആൻസർ ചെയ്യിപ്പിക്കാം. ഏത് ഫേസ് ഷീറ്റിൽ ഉണ്ടായിരിക്കുമല്ലോ, ട്രയൽ ആയിട്ട് സാമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അതൊന്ന് ജസ്റ്റ് ആൻസർ ചെയ്യിപ്പിക്കാം. The 16 PF is a highly reliable test for personality. Short term and long term reliability has been shown to be high and the test is found to have adequate validity. 16 PF എന്താണ്? highly reliable ആണ്. Short term and long term reliability has been shown to be high and the test is found to have adequate validity. അപ്പോൾ reliability വാലിഡിറ്റി ഉള്ള ഒരു ടെസ്റ്റ് ആണ് എന്ത്? 16 PF. നമ്മൾ അത്രയും എഴുതിയാലും മതി. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റ് കഴിഞ്ഞു. അഡ്മിനിസ്ട്രേഷൻ നമ്മൾ പറഞ്ഞതാണ്. ടേബിൾ 2 പറഞ്ഞു. റിസൾട്ട് ചിലപ്പോൾ ഓരോരുത്തരും പല രീതിയിലായിരിക്കും ചിലപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ടേബിൾ 1 അതേപോലെ എടുത്ത് എഴുതി, ടേബിൾ 2 എഴുതി, എന്നിട്ട് ഓരോ സ്കോറും എഴുതുക. ഇവിടെ എഴുതേണ്ടത് ഏതാണ്? നമ്മുടെ സ്റ്റെൻ സ്കോർ തന്നെയാണ്. റോ സ്കോർ ഒരിക്കലും നമ്മൾ എവിടെ എഴുതുന്നില്ല, ടേബിളിൽ എഴുതും, പിന്നെ ആ ഗ്രാഫിൽ ഫസ്റ്റ് കോളത്തിൽ എഴുതും. ഇവിടെ നമ്മൾ എടുത്തു തന്നത് ഏതൊക്കെ തന്നെയാണ്? സ്റ്റെൻ സ്കോർ തന്നെയാണ്.
അപ്പോൾ ഓരോ സ്കോറുകൾ എഴുതുക. വാമത്തെ റീസണിങ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഓരോന്നോരോന്ന് എടുത്ത് എഴുതിയിട്ട് ഡിസ്കഷൻ. 3 പാരഗ്രാഫായിട്ട് ഡിസ്കഷൻ വരുന്നത്. ഫസ്റ്റത്തെ പാരഗ്രാഫിൽ ഏത് എക്സ്പെരിമെൻ്റ് ആണെങ്കിലും ഫസ്റ്റത്തെ പാരഗ്രാഫിൽ ആദ്യത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ എയിം എടുത്ത് എഴുതാണ്. ദ എയിം ഓഫ് ദ ടെസ്റ്റ്, ദ എയിം ഓഫ് ദ എക്സ്പെരിമെന്റ്. എക്സാമിനും ഈ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യണോ? 3 പാരഗ്രാഫ് ഇൻക്ലൂഡ് ഈ ഒരു പാരഗ്രാഫ് 3 പാരഗ്രാഫ് ആയിട്ട് എഴുതിയാൽ മതി. ഈ ഒരു പാറ്റേൺ അങ്ങനെയല്ല ചെയ്യണോ? നമ്മള് ഒരൊറ്റ പാരഗ്രാഫിലല്ലോ ഒതുക്കിയ? ഇല്ല 3 പാരഗ്രാഫ്. ഏത് എക്സ്പെരിമെന്റ് ആണെങ്കിലും ഏത് എക്സ്പെരിമെന്റ് ഇന്നലെ ഞാൻ വേറെ ഏതെടുത്തത് ലെറ്റർ മെമ്മറൈസേഷൻ. ആദ്യത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത് നമ്മുടെ എയിം ആണ്. എന്നിട്ട് മൊത്തത്തില് ടെസ്റ്റ് എന്താണ് കാണിക്കുന്നത്, ഫെയിലാണോ പിന്നെ അല്ലെങ്കിൽ വിൻ ചെയ്തതാണോ അങ്ങനെ എടുത്തെഴുതണം. ആദ്യത്തെ പാരഗ്രാഫിൽ ഒരു ഓവറോൾ കണ്ടന്റ് എഴുതി. സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ സ്കോറ് സഹിതം വിശദീകരിച്ച് എഴുതി. ഏറ്റത്തെ ലാസ്റ്റ് പാരഗ്രാഫിൽ ഒരു എന്താ പറയുക, നമ്മളൊരു എന്തെന്ന് പേര് പറയാം, നമ്മൾ എന്തെങ്കിലും ഒരു സജഷൻ കൊടുക്കുന്ന രീതിയിൽ അങ്ങനത്തെ ആയിരിക്കണം 3ാമത്തെ പാരഗ്രാഫ്. ഇപ്പോൾ ഏത് എക്സ്പെരിമെൻ്റ് ഏത് ടെസ്റ്റ് ആയാലും ഇങ്ങനെ 3 പാരഗ്രാഫിലായിരിക്കണം ഡിസ്കഷൻ വരേണ്ടത്. ഇന്നലെ ഞാൻ ലെറ്റർ മെമ്മറൈസേഷനിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യത്തേൽ എയിം എടുത്ത് എഴുതി, അതിൻ്റെ തൊട്ട് താഴെ ഓവറോൾ എന്താണ് ടെസ്റ്റിൻ്റെ റിസൾട്ട് എന്നുള്ളത് എഴുതുക. എന്നിട്ട് സെക്കൻഡ് പാരഗ്രാഫിൽ ഓരോ സ്കോറുകളും അല്ലെങ്കിൽ ടൈം എന്താണെന്നനുസരിച്ച് അതിനനുസരിച്ച് വിശദീകരിച്ച് എഴുതി. ഏറ്റവും ലാസ്റ്റ് എന്ത് എഴുതി, ഒരു സജഷൻ പോലെ എന്തെങ്കിലും ഒരു കാര്യം അതും കൂടെ കൂട്ടിയിട്ട് അതിൽ എഴുതുക 3ാമത്തെ പാരഗ്രാഫിൽ. ഇങ്ങനെയാണ് ഏത് ടെസ്റ്റിൻ്റെ എക്സ്പെരിമെൻ്റ് ഡിസ്കഷൻ എഴുതേണ്ടത്. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ആ ഒരു പേപ്പർ വെച്ചിട്ട് ഈ ഒരു സംഭവം വിശദീകരിച്ച് എഴുതാം. ദ സ്കോർ ഓഫ് ദ പാർട്ടിസിപ്പന്റ്. ഇവിടെ കണ്ടില്ലേ, ആദ്യം എയിം എഴുതി. ദ എയിം ഓഫ് ദ ടെസ്റ്റ് വാസ് ടു അസസ് ദ സ്ട്രെങ്ത് ഓഫ് 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ദ പാർട്ടിസിപ്പന്റ് യൂസിംഗ് 16 PF ടെസ്റ്റ് ആൻഡ് ദ റിസൾട്ട് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ പാർട്ടിസിപ്പന്റ് സ്കോർഡ് ഹൈ ഓൺ വിജിലൻസ് ട്രേറ്റ്. കണ്ടോ, ഏറ്റവും കൂടുതൽ ഏതാണ്, ഏറ്റവും കുറവ് ഏതിലൊക്കെയാണ്, അതൊക്കെ എഴുതി. ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫ്. പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് കിട്ടിയ ഓരോ സ്കോറുകളും പ്രത്യേകം അവിടെ അഞ്ജിത മാം ക്ലാസ്സുകളൊക്കെ പറഞ്ഞത് എന്താണ്, സ്കോറുകൾ എഴുതരുത്, നമ്പർ വൈസ് സ്കോറുകൾ എഴുതരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ എല്ലാവരും ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അപ്പം നമ്മൾ ഏത് രീതിക്കാണോ പഠിച്ചത് അല്ലെങ്കിൽ നമ്മുടെ മെൻറ്റർ എന്താണോ പറഞ്ഞത് അത് എഴുതുക. അപ്പം സ്കോർ എഴുതാണ്ട് എന്താണ് ഓരോ സ്കോറും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, കൂടുതലാണെങ്കിൽ അങ്ങനെ, കുറവാണെങ്കിൽ അങ്ങനെ. പിന്നെ നമുക്ക് കൂടുതലും കുറവും തിരിച്ചറിയാനുള്ള ഒരു സംഭവം, 5ഉം 6ഉം വന്നു കഴിഞ്ഞാൽ ആവറേജ് ആണ് അല്ലേ. 5ഉം 6ഉം വന്നു കഴിഞ്ഞാൽ പറയാതെ 5ഉം 6ഉം വന്നു കഴിഞ്ഞാൽ ആവറേജ്. 3ഉം 4ഉം വന്നു കഴിഞ്ഞാൽ നമുക്ക് ബിലോ ആവറേജ് എന്ന് പറയാം. 3ഉം 4ഉം വന്നാൽ ബിലോ ആവറേജ്. ഇനി 2 ആണെങ്കിൽ ലോ എന്ന് പറയാം, 1 ആണെങ്കിൽ വെരി ലോ എന്ന് പറയാം. ഇങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ 1 എന്ന് പറയുന്നത് വെരി ലോ, 2 എന്ന് പറയുന്നത് ലോ, 3ഉം 4 എന്ന് പറയുന്നത് ബിലോ ആവറേജ്. ഇവിടെ എന്താണ് 5ഉം 6 എന്ന് പറയുന്നത് ആവറേജ്. ഇങ്ങനെയാണ് സ്കോർ എഴുതേണ്ടത്. ഇനി അതേപോലെ തന്നെ 7ഉം 8ഉം നമുക്ക് എബോവ് ആവറേജ് എന്ന് കൊടുക്കാം, എബോവ് ആവറേജ്. ഇനി 9 ആണെച്ചെങ്കിൽ ഹൈ എന്ന് കൊടുക്കാം, 10 ആണെങ്കിൽ വെരി ഹൈ എന്ന് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് സ്കോറിന് ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് പോവാം. ഓക്കെ ആണത്? ഓക്കെ. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ സെക്കൻഡ് പാരഗ്രാഫ് അങ്ങനെ എഴുതി. അപ്പോൾ ഇതിൽ ഓരോ സ്കോർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് അതിൽ തന്നെ നോക്കിയിട്ട് എഴുതാം. കൂടുതലാണോ കുറവാണോ എന്താണെന്നുള്ളത് അതിൽ തന്നെ നോക്കിയിട്ട് എഴുതാം. ആസ് ഇമോഷണൽ സ്റ്റെബിലിറ്റി സ്കോർ ഓഫ് ദ പാർട്ടിസിപ്പൻറ്റ് ഈസ് ബിലോ ആവറേജ് സജസ്റ്റ് ദാറ്റ് ഷീ മേ എക്സ്പീരിയൻസ് ഒക്കേഷണൽ മൂഡ് ഫ്ലക്ച്വേഷൻസ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു സപ്പോർട്ട് ദം ഇൻ മാനേജിങ് സ്ട്രെസ് ആൻഡ് ഇംപ്രൂവിങ് ഇമോഷണൽ റെഗുലേഷൻ സ്ട്രാറ്റജീസ്. കണ്ടോ, അപ്പോൾ അതിൽ ഏറ്റവും കുറവുള്ളത് ഇമോഷണൽ സ്റ്റെബിലിറ്റി കുറവായതുകൊണ്ട് ഇങ്ങനെ തന്നെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഒരു സജഷൻ പോലെ തേർഡ് പാരഗ്രാഫ് എഴുതാം. The self-reliance score of the participant is also below average, indicates that she may depend more on others for decision making. Encouraging the development of independent problem solving skills could improve their confidence and autonomy. അപ്പോൾ ഏതെങ്കിലും ഒരു കുറവായിട്ടുള്ളതിന്, ഇപ്പോൾ ഇതിൽ 16 PF നമുക്ക് എന്ത് ചെയ്യാം, കുറവായിട്ടുള്ളതിനെ അതിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം.
ഇനിയിപ്പോൾ അഗ്രസീവ്നെസ് ഒക്കെ ടെൻഷനൊക്കെ കൂടുതലുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ഒരു സജഷൻ അതിൽ എഴുതാം. അപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ പാരഗ്രാഫ് ഒരു സജഷൻ, 2 സജഷൻ. അങ്ങനെയാണ് അന്ന് അഞ്ജിത മിസ് പറഞ്ഞത്. അപ്പോൾ 2 സജഷൻ വരത്തക്ക രീതിയിൽ നമുക്ക് ഡിസ്കഷൻ്റെ ലാസ്റ്റത്തെ പാരഗ്രാഫ് കൊടുക്കാം. ഇനി ഏറ്റവും ലാസ്റ്റ് കൺക്ലൂഷൻ. ദ പാർട്ടിസിപ്പൻറ്റ് ഈസ് ഫൗണ്ട് ടു ബി ലോ ഇൻ ലീവ്ലിനെസ്, സീരിയസ്, അൺഡിസിപ്ലിൻഡ്, ജെനുവിൻ, സോഷ്യലി ക്ലംസി ആൻഡ് കൺസർവേറ്റീവ്. ഏതെങ്കിലും ഒന്ന്, ഏറ്റവും ലോ ആയിട്ടുള്ള ഏതെങ്കിലും ഒന്ന് മൊത്തത്തിലൊന്ന് എടുത്തെഴുതാം. ഇത്രയും മതിയില്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണു. കുഴപ്പമൊന്നുമില്ല, ടെൻഷൻ അടിക്കേണ്ട. ക്വസ്റ്റ്യനെയർസ് ഒന്ന് ഇന്നൊന്ന് ചെക്ക് ചെയ്യാം. 187 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിൻ്റെ മീനിങ് മനസ്സിലാക്കുക. മലയാളത്തിൽ തന്നെ മനസ്സിലാവാത്ത ക്വസ്റ്റ്യനാണ്. അപ്പോൾ പിന്നെ വരുന്ന ആളെ എങ്ങനത്തെ ആളാണ്, മീനിങ് അറിയണ ആൾ എന്താണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മളത് നോക്കി വെച്ചിട്ട് പോവാം. അപ്പോൾ അവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഏതെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരിക്കലും കൊടുക്കരുത്, ടൈം പറയരുത്, അങ്ങനെ. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത സെഷൻ പാർട്ടിയായിട്ട് നമുക്കൊരു 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു.